ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ വൈകുന്നേരം പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2 ആഴ്ചത്തേക്കുള്ള പച്ചക്കറിയാണ് വാങ്ങിക്കുന്നത്. തൂക്കിയേ വാങ്ങിക്കത്തുള്ളൂ. ആദ്യമൊക്കെ കിറ്റായിരുന്നു വാങ്ങിക്കുന്നത്. അന്നേരം പിന്നെ അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചപ്പായി പോവും. അന്നേരം ഞാൻ വിചാരിച്ച് ഇങ്ങനെ തൂക്കി വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കും. ചിലപ്പോൾ 10 ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ. ഞാൻ സവാളയും തക്കാളിയും മാത്രമേ ഓരോ കിലോ വാങ്ങിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഇതിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ, തൂക്കിയെടുത്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ അതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. വാങ്ങിച്ചിട്ട് മക്കൾമാർക്ക് പോകണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തലേന്ന് രാത്രിയെല്ലാം ഞാൻ മിക്കവാറും എല്ലാം തലേന്ന് രാത്രി തന്നെ അരിഞ്ഞ് പറക്കി വെക്കും. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ എഴുന്നേറ്റ് വായിച്ച് താമസിച്ചായിരിക്കും ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. മഴയും കൂടെ അല്ലയോ, കിടക്കാൻ താമസിക്കുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ ഇച്ചിരി താമസിക്കും. മിക്കവാറും വീടുകളിൽ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ചോറും എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. എല്ലാം അരിഞ്ഞ് പറക്കി വെക്കുകയും ചെയ്തും ചോറും എടുത്തൊന്ന് കരുതി വയ്ക്കും. ചോറ് ചിലപ്പോൾ വെന്തില്ലെങ്കിലോ, രാവിലെ അരിയൊക്കെ ഇട്ട് ചിലപ്പോൾ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഈ ചോറും എല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പിന്നെ രാവിലത്തെ പണി പെട്ടെന്ന് കഴിയും. പിന്നെ അതുമല്ല, നമ്മൾ രാത്രി എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കി അടുക്കള ക്ലീൻ ചെയ്തിട്ടല്ല കിടക്കത്തുള്ളൂ. മിക്കവാറും അല്ല, എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ രാവിലെ മക്കളുമാർക്ക് പോകാൻ വേണ്ടി തോരനും മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മോരും മുട്ട വറുത്തതും എല്ലാം ആക്കി. അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ പൂരി മുട്ടക്കറിയായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്. അത് റിച്ചുക്കുട്ടൻ ഒരു വഴിക്കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൻ കഴിക്കുന്നുമുണ്ട്. അങ്ങനെ പിന്നെ ചോറൊക്കെ തിളപ്പിച്ചുറ്റും. പറഞ്ഞതുപോലെ താമസിച്ച് തന്നെ എഴുന്നേറ്റെന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഇവിടെ 2 ദിവസം കൊണ്ട് ഭയങ്കര മഴ നടക്കുന്നു. അതുകൊണ്ട് പിന്നെ ആ തണുപ്പത്ത് അങ്ങ് കിടന്നുറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ പിന്നെ പൂരിയും മുട്ടക്കറിയും എല്ലാം റെഡിയാക്കി. ഉള്ളി പിന്നെ ഞാൻ അന്നേരം അരിയത്തുള്ളൂ. തലേന്നാട്ട് അരിഞ്ഞ് എന്തെങ്കിലും ഒരു അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തലേന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് വയ്ക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് മീൻ കിട്ടിയില്ലായിരുന്നു. മീൻ കിട്ടണമെങ്കിൽ 9 മണിയൊക്കെ ആവും മീൻ കിട്ടാൻ. രാവിലെ കിട്ടി റെഡിയാക്കി കൊണ്ടുപോകുന്നത് ഭയങ്കര പാടം. തലേന്ന് രാത്രി തലേന്നലത്തേക്ക് മിക്കവാറും ഞാൻ മീൻ വറുക്കാൻ വേണ്ടി അരപ്പുരട്ടി വെക്കും. പക്ഷേ ഇന്നലെ മീൻ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകാൻ അവന്മാർക്ക് മീൻ വറുത്തതില്ലായിരുന്നു. അതിന് പറഞ്ഞ് ഞാൻ മുട്ടയൊക്കെ വെച്ച് കൊടുത്ത് റെഡിയാക്കി 2 പേരെയും വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇടയ്ക്കൂടെ ഈ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങ് വെക്കും. കാരണം വെച്ചാൽ നമ്മൾ തന്നെ കഴുകണം, പിന്നെ നമ്മൾ തന്നെ അതെല്ലാം റെഡിയാക്കി വെക്കണ്ടേ. അങ്ങനെ എൻ്റെ അടുക്കള എനിക്കൊന്ന് ക്ലീൻ ആയിരിക്കണം. എനിക്ക് ഈ പാത്രം നിരത്തുന്നത് അങ്ങനെയുള്ള പരിപാടികളോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ എല്ലാം അടുക്കള നല്ല എല്ലാവർക്കും അവരവരുടെ അടുക്കള ക്ലീനായി വെച്ചിരിക്കണം. അതല്ലേ കാണാനും ഒരു ഭംഗി. ഒരാൾ വന്ന് നോക്കുമ്പോൾ തന്നെ എന്ത് നല്ല വൃത്തിയാണ് എന്ന് ചിന്തിക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഹാളും സിറ്റ് ഔട്ടും എല്ലാം തുടയ്ക്കാം. പിന്നെ ഞായറാഴ്ച മാത്രമേ തുടയ്ക്കൽ നടക്കത്തുള്ളൂ. തൂത്തുവാരിയൊക്കെ ഇട്ടിട്ടായിരിക്കും. എനിക്ക് കടയിലും പോകണമല്ലോ. പിന്നെ എൻ്റെ ഒരു ശീലമെന്ന് വെച്ചാൽ എല്ലാം പാചകം ചെയ്തിട്ട് ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കും. ആ പാത്രങ്ങൾ ഞാൻ മൊത്തം കഴുകി വെച്ചിട്ട് നിൽക്കത്തുള്ളൂ. അതൊക്കെ എനിക്ക് ചെറിയൊരു ശീലമുള്ളതാണ് കേട്ടോ. അങ്ങനെ മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നതെന്നും എനിക്കറിയാം. അങ്ങനെ പിന്നെ എൻ്റെ അടുക്കള എല്ലാം ക്ലീനാക്കി വെച്ച് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ടാറ്റ, ഓക്കെ, ബായ്.